ഒരു ഫിലിം അല്ലേ, അപ്പോൾ അതിൻ്റെ ആസ്പെക്ട്സ് ഇറ്റ്സ് എ ഗുഡ് ഫിലിം. അത്ര ഭയങ്കര സംഭവം ഒന്നുമല്ല, ഗെയിമിംഗ് ആസ്പെക്റ്റ് ആണ്. ബ്രോ ഒരു ആവറേജ് മൂവി, വൺ ടൈം വാച്ച് എക്സ്പെരിമെന്റൽ മൂവി, അല്ലാണ്ട് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. മമ്മൂട്ടിയുടെ മാസ് സീൻസ് ഒക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നല്ലതായിരുന്നു. പോരാ, സ്റ്റോറി ഒന്നും കൊള്ളത്തില്ല. കൊള്ളായിരുന്നു. മമ്മൂക്ക അടിപൊളിയാണ്. പടം അടിപൊളി, സൂപ്പർ, നല്ല പടമാണ്. എടുത്തു പറയാൻ മമ്മൂക്കയുടെ ലുക്ക് തന്നെ, വേറെ ഒന്നുമില്ല. അതൊരു 20 മിനിറ്റ് നല്ല പടം, നല്ല ഇതാണ്. കൊള്ളാം, സൂപ്പർ. തെറ്റില്ല, കൊള്ളാം, നല്ല പടം. റോളൊക്കെ നല്ല റോളാക്കാം, അഭിനയം കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളത്തില്ല, പോരാ, സ്റ്റോറി ഒന്നും കൊള്ളത്തില്ല. പക്ഷെ ലാഗുണ്ട്, നല്ല ലാഗുണ്ട്. പക്ഷേ മേക്കിംഗ് കൊള്ളാമെന്ന് തോന്നി, എഡിറ്റിംഗ് ഒക്കെ നൈസായിട്ട് തോന്നി. പക്ഷേ സ്റ്റോറി കൊള്ളത്തില്ല. അമ്മൂക്ക കിട്ടില്ല, നല്ല നൈസായിട്ടായിരുന്നു. അല്ല, BGM ഒക്കെ നല്ല സൂപ്പർ BGM ആണ്. പിന്നെ മമ്മൂട്ടി ആസ് യൂഷ്വൽ ഗ്ലാമറസ് ആണ്. മമ്മൂട്ടിയെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. എടുത്ത് പറയത്തൊക്കെ ഒന്നും തോന്നിയില്ല. അത്രയും പോരാ, മമ്മൂട്ടിയുടെ ഇത് ഇഷ്ടപ്പെട്ടു. അല്ല, കുഴപ്പമില്ല, ഗുഡ് ഫിലിം. അതിൽ ഒരു ഫിലിം അല്ലേ, അപ്പോൾ അതിൻ്റെ ആസ്പെക്ട്സ് ഇറ്റ്സ് എ ഗുഡ് ഫിലിം. അത്ര ഭയങ്കര സംഭവം ഒന്നുമല്ല, ഗെയിമിംഗ് ആസ്പെക്റ്റ് ആണ്. ഡയറക്ഷൻ ഒരു ബെറ്റർ ഡയറക്ടർ ആയിരുന്നുവെങ്കിൽ ക്ലൈമാക്സ് സൂപ്പർ. ആ ട്രാൻസ്ഫോർമേഷൻ മമ്മൂട്ടി അതിന് വേണമെങ്കിൽ കാണാം. ബേസിക്കലി എനിക്ക് എല്ലാ ഫിലിമും ഒരു ഫാനാണ്. സോ അങ്ങനെ അത് നമുക്കങ്ങനെ ഇത്രയും പേരുടെ എഫേർട്ട് അല്ലേ, അത്ര ഒരു ഡിഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രോ ഒരു ആവറേജ് മൂവി, വൺ ടൈം വാച്ച് എക്സ്പെരിമെന്റൽ മൂവി, അല്ലാണ്ട് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. എന്തായാലും കൊള്ളാം, വൺ ടൈം വാച്ച്. അല്ല, ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഓക്കേഷ് മൂവി, എക്സ്പെരിമെന്റ് മൂവി. തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? മമ്മൂട്ടിയുടെ മാസ് സീൻസ് ഒക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നല്ലതായിരുന്നു.